കേരള രാഷ്ട്രീയത്തിൽ യുവനേതാക്കളുടെ നിരയിലേക്ക് അതിവേഗം ഉയർന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിൽ വടകരയിൽ നിന്നുള്ള എംപിയുമായ ഷാഫി പറമ്പിൽ ഇന്നൊരു സാധാരണ രാഷ്ട്രീയ നേതാവല്ല. വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ ഒരു സിനിമാ താരത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയോടെയാണ് പലപ്പോഴും ജനങ്ങൾ ഷാഫി പറമ്പിലിനെ വരവേൽക്കുന്നത്. രാഷ്ട്രീയ പ്രായഭേദമന്യേ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു യുവ നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു കോൺഗ്രസ് നേതാവ് നിയമസഭയിലെത്തുന്നത് ഒരു ചരിത്രമാണ്. 2006-ൽ പരിസ്ഥിതി മന്ത്രിയായിരുന്ന സുജന പാലനാണ് കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയ അവസാനത്തെ കോൺഗ്രസ് നേതാവ്. ഈ പശ്ചാത്തലത്തിൽ വേണം ഷാഫിയെ പോലെ കരസ്മാറ്റിക്കായ ഒരു യുവ നേതാവ് ഇവിടെ വളർന്നു വരുന്നതിലെ രാഷ്ട്രീയ പ്രാധാന്യം പരിശോധിക്കാൻ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഷാഫിയുടെ ഈ വളർച്ച CPM നേതൃത്വം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും വരുമ്പോൾ സൈബർ ലോകത്ത് വിമർശനങ്ങളും ട്രോളുകളും പരിഹാസങ്ങളും ശക്തമായി തലപൊക്കുന്നത്. പ്രശസ്തമായ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം മുതൽ ഇങ്ങോട്ട് നടന്ന സൈബർ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ഈ രാഷ്ട്രീയ നീക്കം വ്യക്തമാണ്. എന്നാൽ ഇതെല്ലാം ഷാഫിയുടെ മൈലേജ് കൂട്ടാനേ ഉപകരിക്കുമെന്നാണ് വടകരയിലെ വോട്ടർമാർ ഒന്നടങ്കം പറയുന്നത്. സ്വന്തം മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം സ്വീകാര്യതയുള്ള ചുരുക്കം ചില യുവനേതാക്കളിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ. പല നേതാക്കൾക്കും സ്വന്തം മണ്ഡലത്തിൽ മാത്രം സ്വാധീനമുള്ളപ്പോൾ ഷാഫി പറമ്പിൽ ഒരു പൊതു സ്വീകാര്യത നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലാളിത്യവും സൗഹൃദപരമായ ഇടപെടലുകളും മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അയൽപ്പക്കത്തെ പയ്യൻ എന്ന ഇമേജ് നേടിക്കൊടുത്തു. ഇത് യൂത്തിന് മാത്രമല്ല, സ്ത്രീകളെ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു ഓറയാണ്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഷാഫി പറമ്പിലിന്റെ തിരക്ക് എത്രത്തോളമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ പൊതുയോഗങ്ങൾ തെളിയിക്കുന്നു. കൂത്തുപറമ്പിൽ തുടങ്ങി തലശ്ശേരിയും നാദാപുരവും കുറ്റ്യാടിയും കടന്ന് രാത്രി 7:30-ന് 3 മണിക്കൂർ വൈകിയാണ് അദ്ദേഹം തീക്കുനിയിലെത്തിയത്. എന്നിട്ടും റോഡ് ഷോയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തലുമൊക്കെയായി അദ്ദേഹം വേദി വിടുമ്പോൾ ജനം കാത്തിരിക്കുകയായിരുന്നു. പറഞ്ഞ സമയത്തേക്കാൾ വൈകിട്ടും ഒരു പ്രത്യേക തയ്യാറെടുപ്പുകളും ഇല്ലാതെ റോഡിന്റെ ഇരുവശത്തും തടിച്ചുകൂടിയ സ്ത്രീകളും യുവാക്കളും അടങ്ങുന്ന വൻ ജനാവലിയാണ് അദ്ദേഹത്തെ വരവേറ്റത്. രാത്രി 8:30 വേദി വിട്ട് 30 കിലോമീറ്റർ അപ്പുറമുള്ള കൊയിലാണ്ടിയിലേക്ക് പോകുമ്പോഴും പേരാമ്പ്ര ഉൾപ്പെടെയുള്ള മറ്റ് വേദികളിലും അദ്ദേഹം കൃത്യമായി പങ്കെടുത്തു. ഒരു വേദി പോലും ഒഴിവാക്കാതെ എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമാകാൻ ഷാഫിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ കോഴിക്കോടും വടകരയിലും മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ശക്തമായ ജനപ്രീതിയുള്ള ഒരു യുവമുഖമായി ഷാഫി പറമ്പിൽ വളർന്നു കഴിഞ്ഞു. ഈ യുവ ഊർജ്ജത്തെയും ജനസ്വാധീനത്തെയും മറികടക്കാൻ CPMന്റെ രാഷ്ട്രീയ അഭ്യാസങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഷാഫിയുടെ ജനപ്രീതി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് നൽകുന്ന ഊർജ്ജം ചെറുതല്ല. അരിക്കുളത്ത് നടന്ന പ്രചാരണ പരിപാടിയിൽ ഷാഫിയെ കണ്ടപ്പോഴുള്ള ജനങ്ങളുടെ ആവേശം കാണേണ്ടത് തന്നെയാണ്. പ്രസ്തുത പരിപാടിയിലെ ചില രംഗങ്ങൾ കൂടി ചേർക്കുന്നു. മുഴുവൻ സഹപ്രവർത്തകർക്കും ഹൃദയത്തിൽ നിന്ന് അഭിവാദ്യങ്ങൾ നേരാം. 6:30 ആയോ? ഇല്ല, എനിക്ക് കുറച്ചുകൂടി വീഡിയോക്കാരെന്നല്ല എടുക്കേണ്ടത്, അവരെ എടുക്കേണ്ടത്. ഇങ്ങോട്ട് ആരാ ഒരാൾ ഇങ്ങോട്ട് കയറിയിട്ട് പോകുന്നില്ല, അവരെ മലബാറിന് മൂപ്പര മേലെ കെട്ടി. 6:30 ആയോ? 7:30 ആവുമ്പത്തേക്ക് കീഴരിയൂരെത്തണം. പ്രിയമുള്ളവരെ, രാവിലെ